ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ്. ആ പ്രകടന പത്രികയാകട്ടെ ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രകടന പത്രിക തയ്യാറാക്കിയത്. നിങ്ങളെല്ലാവരും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളതിൻ്റെ അന്തിമമായ പ്രോസസ്സിലാണ്, പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൻ്റെ അന്തിമമായ ഘട്ടത്തിലാണ്. ഞങ്ങൾ ജനങ്ങളോട് നൽകുന്ന വാഗ്ദാനം, പ്രകടന പത്രികയിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ 100% ഞങ്ങൾ നടപ്പാക്കുമെന്നാണ്. ഞങ്ങൾ ജനങ്ങളോട് നൽകുന്ന വാഗ്ദാനം, ഞങ്ങളെ തെരഞ്ഞെടുത്തയച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ഒരാളെ മേയറായി തെരഞ്ഞെടുക്കും. ആ ഒരാൾ തന്നെയായിരിക്കും 5 വർഷക്കാലത്തെയും മേയർ എന്ന ഉറപ്പാണ്. അധികാര വടംവലിയുടെ കേന്ദ്രമായിരിക്കില്ല കോർപ്പറേഷൻ, മറിച്ച് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന അധികാര കേന്ദ്രമായിട്ടായിരിക്കും കോർപ്പറേഷൻ പ്രവർത്തിക്കുക എന്നാണ്. 5 വർഷക്കാലം ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് അധികാര വടംവലിയുടെ ഒരു വാർത്ത പോലും ഈ കോർപ്പറേഷന്റെ ഭാഗമായി കേട്ടിട്ടില്ല. UDF കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച കാലയളവിലെല്ലാം എങ്ങനെയാണ് മേയർമാർ മാറി മാറി വന്നതെന്നും അധികാര വടംവലി എങ്ങനെയാണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് കൊച്ചിയിലെ ജനങ്ങളും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷം ഈ നഗരസഭയുടെ ഭരണവുമായി, കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു വാർത്തകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാണാൻ കഴിയും. ഞങ്ങൾ സുരക്ഷിതമായ ഒരു മാർജിനിലായിരുന്നില്ല കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചത്. അങ്ങനെയാണെങ്കിലും ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി മറ്റ് കാര്യങ്ങളിലേക്കൊന്നും നോക്കാതെ ജനങ്ങളോട് പറഞ്ഞ വാക്കുപാലിക്കുക എന്നതിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കാനായിരുന്നു ഞങ്ങൾ തയ്യാറായത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ കോർപ്പറേഷന്റെ ഭരണത്തിന് കീഴിൽ ഒരഴിമതിയെ സംബന്ധിച്ചും ഗൗരവമായി ഉന്നയിക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കാണാൻ കഴിയും. എന്നാൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവിലെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കോൺഗ്രസിന്റെ ഭരണകാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ 2 ആഴ്ചക്കാലങ്ങൾക്ക് മുമ്പേ നിങ്ങൾ മാധ്യമങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗവേണിംഗ് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 5.4 കോടി രൂപ നഷ്ടപ്പെടുത്തി എന്ന വാർത്ത ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് കാലത്തെ സംബന്ധിച്ച് മാധ്യമങ്ങൾ വാർത്തയാക്കിയത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ 13 കോടി രൂപ പിഴ ചുമത്തിയത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ആ ഘട്ടങ്ങളിൽ കാണുകയുണ്ടായി. എന്നാൽ അത്തരത്തിലുള്ള ഒരു അഴിമതിയുടെ കാലമായിരുന്നില്ല ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്നുള്ളത് കാണാൻ കഴിയും. 5 വർഷക്കാലം ഈ നഗരത്തിന്റെ വികസനത്തിനും നഗരത്തിലെ ജനങ്ങളുടെ ഗുണപരമായിട്ടുള്ള വികാസത്തിനും വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയത്. അതിൽ നിരവധിയായ മാതൃകകൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗവേണിംഗ് പദ്ധതി നടപ്പാക്കുമെന്നുള്ളതായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ തവണ വരുമ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. കേരളത്തിലും വലിയ രൂപത്തിൽ അത് യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാലിന്യ പ്രശ്നം ഈ നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു. പല ഘട്ടങ്ങളിലും ഞങ്ങൾ വന്നതിന് ശേഷവും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നല്ല അളവ് മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ ഞങ്ങളുടെ കൗൺസിലിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യക്കകത്ത് ഏതാണ്ട് 480 വരുന്ന സ്ഥാനത്ത് കടന്നിരുന്നിടത്തു നിന്നും ഈ രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട ശുചിത്വമുള്ള നഗരമാക്കി മാറ്റുന്ന പട്ടികയ്ക്കകത്ത് 50ാം സ്ഥാനത്തേക്ക് ഉയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം തുടരാൻ ജനങ്ങൾ അനുവദിച്ചാൽ ഈ രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരമാക്കി ഈ 5 വർഷക്കാലം കൊണ്ട് കൊച്ചിയെ ഞങ്ങൾ മാറ്റിത്തീർക്കും എന്നുള്ളതാണ്. ഇതേ രൂപത്തിൽ തന്നെ ഈ കാലയളവിൽ നടന്ന മറ്റു പദ്ധതികളും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. 2 വലിയ ഫ്ളാറ്റ് ടവറുകൾ മുഖ്യമന്ത്രി കൈമാറുകയുണ്ടായി. 394 കുടുംബങ്ങൾക്കാണ് അത് വാസസൗകര്യം ഒരുക്കിയത് എന്നുള്ളത് നമ്മൾ കണ്ടു. അത് കൊച്ചിക്ക് മാത്രമല്ല, രാജ്യത്തിന് തന്നെ അഭിമാനമാണ്. കേരളത്തിന് തന്നെ ആ മാതൃക, കേരളം ഉയർത്തിയ മാതൃക രാജ്യത്തിനും ലോകത്തിനും അഭിമാനമായി മാറുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത നിരവധി പ്രവർത്തനങ്ങൾ ചെയ്ത് ജനങ്ങളുടെ മുമ്പാകെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം പകരുന്ന ഘടകം എന്ന് കാണാൻ കഴിയും. ജനങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് ഞങ്ങൾ കാണുന്നു. ഈ നഗരത്തിലെ ജനങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങളുടെ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് 5 വർഷക്കാലം നന്നായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതേ ജനങ്ങളുടെ മുമ്പാകെ തന്നെ ഞങ്ങൾ നടത്തിയ കാര്യങ്ങൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി നടത്താൻ പോകുന്ന കാര്യങ്ങൾ അവരുടെ മുമ്പാകെ അവതരിപ്പിച്ച് 2020-നേക്കാൾ
മികച്ച രൂപത്തിലുള്ള വിജയം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനവുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. അതിനെല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. നല്ല ഐക്യത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം താഴെത്തട്ട് മുതൽ കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനകം തന്നെ ഞങ്ങൾ രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടങ്ങളിലുമുള്ള LDF കമ്മിറ്റികളുടെ രൂപീകരണം പൂർത്തീകരിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായ കൺവെൻഷനുകളും മറ്റു കാര്യങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും വരുത്തിയിരിക്കുന്നു. അപ്പോൾ നല്ല സുസംഘടിതമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ജനങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുകയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് ആമുഖമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിന് കഴിയുന്ന വിധത്തിൽ വ്യത്യസ്ത മേഖലയിലെ നിരവധി ആളുകളെ ചേർത്തുകൊണ്ടുള്ള ഒരു പാനലാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കോർപ്പറേഷനിലേക്ക് ഇപ്പോൾ 76 ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മുടെ ആകെ 76 ഡിവിഷനാണ്. ഞാനിപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നത് 70 ഡിവിഷനുകളുടെ വിവരങ്ങളെ സംബന്ധിച്ചാണ്. 6 ഡിവിഷനുകളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നില്ല. അതൊന്ന് പൂണിത്തറയാണ്, മറ്റൊന്ന് മട്ടാഞ്ചേരിയും ഗിരിനഗറുമാണ്, കടവന്ത്രയും പെരുമ്പാനൂരും പനമ്പിള്ളി നഗറും. ഈ പറഞ്ഞ 6 എണ്ണം ഒഴികെയുള്ള ബാക്കി 70 ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത്. ഈ പാനലിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഓരോ ഡിവിഷനിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഡിവിഷൻ നമ്പർ 1 ജനതാദൾ എസിനാണ് ആ ഡിവിഷൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി ഷീബാലാൽ. ഡിവിഷൻ നമ്പർ 2 കൽബത്തി. INL-നാണ് സീറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മത്സരിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഷക്കീല സൈഫുദ്ദീൻ ആണ് സ്ഥാനാർത്ഥി. ഡിവിഷൻ നമ്പർ 3 CPIM മത്സരിക്കുന്നതാണ്. സ്ഥാനാർത്ഥി സബീല ബി. ഡിവിഷൻ നമ്പർ 4 CPIM മത്സരിക്കുന്നതാണ്. രേഷ്മ രമേശ്. ഡിവിഷൻ നമ്പർ 5 CPIM ആണ് ഡിവിഷനിൽ മത്സരിക്കുന്നത്. രുക്മിണി നമ്പീശൻ. ഡിവിഷൻ നമ്പർ 7 CPIM ആണ് മത്സരിക്കുന്നത്. സുഹാന സുബൈർ സ്ഥാനാർത്ഥി. ഡിവിഷൻ നമ്പർ 8 CPIM ആണ് മത്സരിക്കുന്നത്. റോസിലി ജൂഡ്. ഡിവിഷൻ നമ്പർ 9 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ശിവപ്രസാദ്. ഡിവിഷൻ നമ്പർ 10 CPIM ആണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി ശശികല S. ഡിവിഷൻ നമ്പർ 11 CPI ആണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി ഷീല മോഹനൻ. ഡിവിഷൻ നമ്പർ 12 CPIM ആണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി T മായാദേവി. ഡിവിഷൻ നമ്പർ 13 CPIM ആണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി ഗ്രേസി ജോസഫ്. ഡിവിഷൻ നമ്പർ 14 CPIM ആണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നിയമ വിദ്യാർത്ഥിനിയുമായിട്ടുള്ള ഭാഗ്യലക്ഷ്മി NS. ഡിവിഷൻ നമ്പർ 15 CPIM ആണ് മത്സരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. നിയമസഭാ സ്ഥാനാർത്ഥിയായി എറണാകുളത്ത് നിന്ന് ഇടതുപക്ഷത്തിന്റെ മത്സരിച്ചിട്ടുള്ള ഷാജി ജോർജ് പ്രണത. ഡിവിഷൻ നമ്പർ 18 CPIM സ്ഥാനാർത്ഥിയാണ് KV മനോജ്. ഡിവിഷൻ നമ്പർ 17 CPIM സ്ഥാനാർത്ഥിയാണ് PM ഹാരിസ്. ഡിവിഷൻ നമ്പർ 18 CPI സ്ഥാനാർത്ഥിയാണ് CA ഷക്കീർ. ഡിവിഷൻ നമ്പർ 19 CPIM സ്ഥാനാർത്ഥിയാണ് സന്തോഷ് ജോസഫ്. ഡിവിഷൻ നമ്പർ 20 CPI സ്ഥാനാർത്ഥിയാണ് ബ്രിജിത്ത് ആഷ്വിൻ. 21 CPIM സ്ഥാനാർത്ഥിയാണ് R നിഷാദ് ബാബു. 22
CPIM സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് EM സുനിൽകുമാർ. 23 CPIM സ്ഥാനാർത്ഥിയാണ് SJ ആന്റണി. 24 ജനതാദൾ എസിന്റെ സ്ഥാനാർത്ഥിയാണ് മേരി ജോർജ്. 25 CPIM സ്ഥാനാർത്ഥിയാണ് OP സുനിൽ. 26 CPIM സ്ഥാനാർത്ഥിയാണ് ബീന മഹേഷ്. 27 CPIM സ്ഥാനാർത്ഥിയാണ് VR ഗിരീഷ് കുമാർ. 28 CPIM സ്ഥാനാർത്ഥിയാണ് അംബിക സുദർശൻ. 29 CPIM സ്ഥാനാർത്ഥിയാണ് ലിസ പയസ്. 30 CPIM സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് ദീപ വർമ്മ. 31 CPIM സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ P അനിത. 32 CPIM സ്ഥാനാർത്ഥിയാണ് SN രാജേഷ്. 33 CPIM സ്ഥാനാർത്ഥിയാണ് R രതീഷ്. 34 CPIM സ്ഥാനാർത്ഥിയാണ് ജോർജ് നാനാട്ട്. 35 CPIM സ്ഥാനാർത്ഥിയാണ് അജി ഫ്രാൻസിസ്. 36 CPI സ്ഥാനാർത്ഥിയാണ് റീന ടീച്ചർ. 37 CPIM സ്ഥാനാർത്ഥിയാണ് സിനി ജോർജ്. 38 CPIM 38 CPIM സ്ഥാനാർത്ഥിയാണ് MB മുരളീധരൻ. 39 CPIM സ്ഥാനാർത്ഥിയാണ് വിമിത ബിജോയ്. 40 CPIM സ്ഥാനാർത്ഥിയാണ് രേഷ്മ അബി. 41 CPIM സ്ഥാനാർത്ഥിയാണ് സുമ സുന്ദരൻ. 42 CPIM സ്ഥാനാർത്ഥിയാണ് കല സാജു. 44 CPIM സ്ഥാനാർത്ഥിയാണ് KK പ്രദീപ് കുമാർ. 45 CPIM സ്ഥാനാർത്ഥിയാണ് ബീന ദിവാകരൻ. 46 CPIM സ്ഥാനാർത്ഥിയാണ് AB സാബു. 48 CPI സ്ഥാനാർത്ഥിയാണ് ബൈജു തോട്ടാളി. 52 CPIM സ്ഥാനാർത്ഥിയാണ് PR റനീഷ്. 53 CPIM സ്ഥാനാർത്ഥിയാണ് എലിസബത്ത് ടീച്ചർ. 54 CPIM സ്ഥാനാർത്ഥിയാണ് നിമിഷ ബാബു. 55 CPIM സ്ഥാനാർത്ഥിയാണ് അശ്വതി ജോഷി. 56 CPIM സ്ഥാനാർത്ഥിയാണ് NP ശാന്തിനി. 57 CPIM സ്ഥാനാർത്ഥിയാണ് സുജാത സാബു. 58 കോൺഗ്രസ് എസിന്റെ സ്ഥാനാർത്ഥിയാണ് KJ ബേസിൽ. 59 CPIM സ്ഥാനാർത്ഥിയാണ് ഷാനി ജസ്റ്റിൻ. 60 CPI സ്ഥാനാർത്ഥിയാണ് ലിഖിത NS. 61 CPIM സ്ഥാനാർത്ഥിയാണ് CR ബിജു. 62 CPIM സ്ഥാനാർത്ഥിയാണ് VA ശ്രീജിത്ത്. 63 CPIM സ്ഥാനാർത്ഥിയാണ് റാഷിദ ഹുസൈൻ. 64 CPIM സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് നീതു പ്രസാദ്. 65 CPIM സ്ഥാനാർത്ഥിയാണ് ഹേമ ടീച്ചർ. 66 CPIM സ്ഥാനാർത്ഥിയാണ് ലവിത നെൽസൺ. 67 CPIM സ്ഥാനാർത്ഥിയാണ് KJ പ്രകാശൻ. 69 NCP സ്ഥാനാർത്ഥിയാണ് മേരി കലിസ്റ്റ പ്രകാശൻ. 70 CPIM സ്ഥാനാർത്ഥിയാണ് നിഷ ജോസഫ്. 71 മൂലങ്കുഴി ഡിവിഷനിൽ നിന്നും CPIM സ്ഥാനാർത്ഥിയാണ് ജോസഫ് ഫെർണാണ്ടസ്. 72 CPIM സ്ഥാനാർത്ഥിയാണ് ആന്റണി ഫ്രാൻസിസ്. 73
CPIM സ്ഥാനാർത്ഥിയാണ് PJ ദാസൻ, PJ യേശുദാസ് എന്നുകൂടിയാണ്. 74 കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ബിൻസി ബൈജു. 75 CPIM സ്ഥാനാർത്ഥിയാണ് KA അജേഷ്. 76 CPIM സ്ഥാനാർത്ഥിയാണ് മഞ്ജുള അനിൽകുമാർ. ഇങ്ങനെയുള്ള 70 സ്ഥാനാർത്ഥികളുടെ വിവരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ അറിയിക്കാനുള്ളത്. ഇതിനകത്ത് മത്സരിക്കുന്നവരിൽ നിലവിലെ കൗൺസിലർമാരായിട്ടുള്ള 9 പേർ ഈ പാനലിനകത്ത് മത്സരിക്കുന്നുണ്ട്. മുൻ കൗൺസിലർമാരായിട്ടുള്ള 16 പേർ, നേരത്തെ ജനപ്രതിനിധികളായിട്ടുള്ള 16 പേർ ഇതിൻ്റെ പാനലിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇതിലെ സ്ത്രീ പങ്കാളിത്തം എന്നുള്ളത്, സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹമാണ് നമ്മുടേത്. സ്ത്രീ പ്രാതിനിധ്യം നിയമാനുസൃതമായ കാഴ്ചപ്പാടിൽ നിന്നും അതിലും അധികരിച്ചുകൊണ്ട് ഏതാണ്ട് 56% പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയത്തക്ക വിധത്തിൽ സ്ത്രീ പങ്കാളിത്തം വളരെ ശ്രദ്ധാപൂർവം എടുത്തുകൊണ്ടാണ് ഈ പാനൽ വച്ചിട്ടുള്ളത്. 40 വയസ്സിൽ താഴെയുള്ള 7 ആളുകൾ ചെറുപ്പക്കാർ എന്ന നിലയിൽ ഇതിൻ്റെ ഭാഗമാണ്. വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കേണ്ടായി ഭാഗ്യലക്ഷ്മിയുടെ കാര്യം. SFI പ്രവർത്തക കൂടിയാണ്, നിയമ വിദ്യാർത്ഥിനി കൂടിയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ പാനലിൻ്റെ ഭാഗമായി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ലിസ്റ്റ് തരും, എല്ലാവർക്കും ലിസ്റ്റ് തരും. തോപ്പുംപടി ലിസ്റ്റ് എല്ലാം ലിസ്റ്റ്. അതായത് നേരത്തെ കോൺഗ്രസിലുള്ളവരെന്ന് പറഞ്ഞാൽ നേരത്തെ കോൺഗ്രസിൽ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവർ, ഒന്ന് AB സാബു മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. 2 MB മുരളീധരൻ നേരത്തെ കൗൺസിലറായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള കൗൺസിലിലെ കോൺഗ്രസിൻ്റെ കൗൺസിലറായിരുന്ന ഷീബ ഡുറോം ആ പാനലിലുണ്ട്. നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ആളാണ് KJ പ്രകാശൻ, നമ്മുടെ മുണ്ടംവേലി, അദ്ദേഹമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ കൗൺസിൽ കാലത്ത് പിന്തുണച്ചിരുന്ന കലിസ്റ്റ, ഇങ്ങനെ 5 പേര്. കൂടാതെ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന PM ഹാരിസ്. ഇതിൽ PM ഹാരിസും AB സാബുവും MB മുരളീധരനും കുറേ കാലമായി നമ്മുടെ പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത്. ഗ്രേസി ഉണ്ട്, ഗ്രേസി കത്തർകടവിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു UDF. മൊത്തം 43 സ്ത്രീകളാണ്. അല്ല, ജനറൽ സീറ്റിലാണ് ഇപ്പോൾ ദീപ വർമ്മ മത്സരിക്കുന്നത്. ജനറൽ സീറ്റിലാണ് അഡ്വക്കേറ്റ് ദീപ വർമ്മ മത്സരിക്കുന്നത്. ജനറൽ സീറ്റിലാണ്. ദീപ വർമ്മ, S ശശികല, രേഷ്മ രമേശ്, ഷീല മോഹനൻ, ഒരാളോട് അംബികയും. അംബിക സ്ത്രീ നേരത്തെ ജനറൽ, കഴിഞ്ഞ തവണ ജനറൽ. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പാനൽ മുമ്പിലുണ്ട്. ഈ പാനലിൽ ജയിച്ചു വരുന്ന ആർക്കും മേയറാകാൻ, വനിതകളായി ജയിക്കുന്ന ആർക്കും ഇപ്പോൾ മേയറാകാൻ യോഗ്യരായ ആളുകളാണ്. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്, ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ്. ആ പ്രകടന പത്രികയാകട്ടെ ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രകടന പത്രിക തയ്യാറാക്കിയത്. നിങ്ങളെല്ലാവരും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളതിൻ്റെ അന്തിമമായ പ്രോസസ്സിലാണ്, പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൻ്റെ അന്തിമമായ ഘട്ടത്തിലാണ്. ഞങ്ങൾ ജനങ്ങളോട് നൽകുന്ന വാഗ്ദാനം, പ്രകടന പത്രികയിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ 100% ഞങ്ങൾ നടപ്പാക്കുമെന്നാണ്. ഞങ്ങൾ ജനങ്ങളോട് നൽകുന്ന വാഗ്ദാനം, ഞങ്ങളെ തെരഞ്ഞെടുത്തയച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ഒരാളെ മേയറായി തെരഞ്ഞെടുക്കും. ആ ഒരാൾ തന്നെയായിരിക്കും 5 വർഷക്കാലത്തെ മേയർ എന്ന ഉറപ്പാണ്. അധികാര വടംവലിയുടെ കേന്ദ്രമായിരിക്കില്ല കോർപ്പറേഷൻ, മറിച്ച് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന അധികാര കേന്ദ്രമായിട്ടായിരിക്കും കോർപ്പറേഷൻ പ്രവർത്തിക്കുക എന്നാണ്. എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. അതൊന്നും ഇപ്പം ചർച്ച ചെയ്യണ്ടേ.
എന്തായാലും ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് നമുക്ക് ഉറപ്പായത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെന്ന് ചോദിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. CPI 8 സീറ്റിൽ മത്സരിക്കുന്നു. CPI കേരള കോൺഗ്രസ് മാണി വിഭാഗം 3 സീറ്റിൽ മത്സരിക്കുന്നു. ജനതാദൾ എസ് 2 സീറ്റിൽ മത്സരിക്കുന്നു. NCP 2 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് എസ് 1 സീറ്റ് മത്സരിക്കുന്നു. INL 1 സീറ്റുണ്ട്. ആ സീറ്റ് ഞങ്ങൾ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ്, ഞാൻ ആദ്യം പറഞ്ഞു പൊതു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് അത്തരത്തിൽ ഒരു തർക്കവുമില്ല. ഇനി എന്തെങ്കിലും തർക്കങ്ങൾ നീക്കുപോക്കത്തിന്റെ ഭാഗമായി താഴെ തട്ടിലുണ്ടെങ്കിൽ അതെല്ലാം അവിടെ പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കോർപ്പറേഷനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ജില്ലയിൽ ആകമാനം അതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള പ്രോസസ്സ്. ഒരേ രൂപത്തിൽ തന്നെ ഞങ്ങൾ താഴെ തട്ടിലിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ താഴെ തട്ടിലുള്ള നേതാക്കന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയയാവുമ്പോൾ സീറ്റുകളുടെ അഡ്ജസ്റ്റ്മെന്റ്, മാറ്റം, ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. എല്ലാ കേന്ദ്രവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കണം എന്ന കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചർച്ചയാണ് ഞങ്ങൾ താഴെ തട്ടിലെല്ലാം നടത്തിയിട്ടുള്ളത്. അത് ഏതാണ്ട് 99% ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളത് കൂടി പൂർത്തീകരിക്കാനുള്ളത് ഇന്നും നാളെയുമായി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ബാക്കിയുള്ള കേന്ദ്രങ്ങളിലും പൂർത്തീകരിക്കാൻ കഴിയും. ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഞങ്ങൾ നാളെ പ്രഖ്യാപിക്കുന്നതാണ്. അല്ല, അതിന്റെ കാര്യങ്ങൾ മറ്റ് മുന്നണി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ധാരണയാക്കിയിട്ടുണ്ട്. മത്സരിക്കേണ്ട സീറ്റുകളുടെ എണ്ണങ്ങളും മറ്റു കാര്യങ്ങൾ ധാരണയായിട്ടുണ്ട്. അതിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഞങ്ങൾ നാളെ പ്രഖ്യാപിക്കും. സീറ്റ് വിഭജനത്തിനകത്ത് കഴിഞ്ഞ തവണ മത്സരിച്ച അതേ രൂപത്തിൽ തന്നെ, അതേ എണ്ണത്തിൽ തന്നെയാണ് ഘടകകക്ഷികളായിട്ടുള്ള ആളുകൾ മത്സരിക്കുന്നത്. അതിന്റെ വിവരം നാം നാളെ അനൗൺസ് ചെയ്യുമ്പോൾ പറയാം. പ്രഖ്യാപിക്കാനുള്ള സീറ്റുകളുടെ സംബന്ധിച്ച് അല്ല, അത് ഞങ്ങൾ ചില കാര്യങ്ങൾ നോക്കിയിട്ടിരിക്കുന്നതാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അധികം വൈകില്ല, നാളെ തന്നെ ഞങ്ങളത് പ്രഖ്യാപിക്കണമെന്നാണ് കാണുന്നത്. ഞാൻ ആദ്യം അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു, മാറ്റിവെക്കുന്ന സീറ്റുകളെ സംബന്ധിച്ച്. അതൊന്ന് പൂണിത്തുറയാണ്. CPM-ന്റെ പ്രഖ്യാപിച്ചതിൽ ഒരു സീറ്റാണ് പറയാത്തുള്ളൂ, അത് പൂണിത്തുറയാണ്. 2 മട്ടാഞ്ചേരി ഗിരിനഗർ. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടവന്ത്ര പെരുമാനൂർ. NCPയുടെ പനമ്പള്ളി നഗർ. ഇതിലെല്ലാത്തിലും ആലോചനകളും അവസാന ഘട്ടമെല്ലാം കഴിഞ്ഞതാണ്. എന്നാൽ ഇന്ന് വേണ്ടതില്ല, നാളെ പ്രഖ്യാപിക്കാം അത് എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. എന്തോ CPI 2 സീറ്റ് CPI. അല്ല, 13 കോടി രൂപ ഫൈൻ അടിച്ചപ്പോൾ ആ ഫൈൻ അടിച്ചതിന് ശേഷം ബ്രഹ്മപുരത്തുണ്ടായിരുന്ന മാലിന്യം മുഴുവനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ആർക്കും സംശയമില്ല. സംശയമാകെ എനിക്ക് തോന്നുന്നു മുൻ മേയർക്ക് മാത്രം സംശയമുള്ളെന്ന് തോന്നുന്നു. ഞാൻ കൊച്ചി മേയറായി ബ്രഹ്മപുരത്തേക്ക് ചെല്ലുമ്പോഴുള്ള ഏത് ക്ലിപ്പിങ്ങും നിങ്ങൾ എടുത്തു പോയി, മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ഞങ്ങൾ ബ്രഹ്മപുരത്ത് കൊണ്ടുപോയി തന്നു. കോൺഗ്രസിൻ്റെ UDFൻ്റെ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ബ്രഹ്മപുരത്തെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയിട്ട് ഒരടി നടക്കാൻ പറ്റാത്ത പോലെ പർവ്വത നിരകൾ, നമ്മളതിനെപ്പറ്റി ഒരു പാട്ടുണ്ടല്ലോ, അതുപോലെയായിരുന്നു മാലിന്യം കിടന്നിരുന്നത്. ഇപ്പോഴത്തെ 100 കോടി അടിച്ചത് നമുക്കറിയാം. ഈ 13 കോടി രൂപയുടെ മേലെ വീണ്ടും പൊല്യൂഷൻ മറ്റേ ഗ്രീൻ ട്രിബ്യൂണൽ ഫൈൽ അടിക്കുകയായിരുന്നു. അതങ്ങനെ കയറി ഏതാണ്ട് ഞങ്ങളുടെ ഭരണകാലത്ത് തന്നെ 10-20 കോടി രൂപയുടെ ഞങ്ങൾ സ്റ്റേ വാങ്ങിച്ചില്ല, സ്റ്റേ വാങ്ങിച്ച് നിൽക്കുകയായിരുന്നു ഈ 13 കോടിയുടെ. ആ 13 കോടിയുടെ സ്റ്റേ ലിഫ്റ്റ് ചെയ്തിട്ടാണ് ബ്രഹ്മപുരം കത്തിയ, ഞങ്ങളുടെ കാലത്ത് കത്തിയെന്ന് ഗ്രീൻ ട്രൈബ്യൂണലിൽ 100 കോടി ഫൈൻ അടിച്ചത്. ആ 100 കോടി രൂപ ഫൈൻ അടിച്ച സ്ഥാനത്ത് ഞങ്ങളെ മുഴുവൻ മാലിന്യവും നീക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതി NGTയുടെ ആ വിധി സ്റ്റേ ചെയ്തു. അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഇപ്പോഴും ആ
പ്രോസസ്സ് നടന്നിരുന്നു. ആ പ്രോസസ്സ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് മാലിന്യരഹിതമായി ബ്രഹ്മപുരത്തെ, മാലിന്യരഹിതം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഈ ഡ്രൈ വേസ്റ്റ് കടന്നിരുന്ന ആ ലെഗസി വേസ്റ്റ് എന്ന് പറയില്ലേ, പൈതൃക മാലിന്യം, ഒരു ഭാഗ്യം കിട്ടി. ഒരു വാക്ക് അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായതുകൊണ്ട് ലെഗസി എന്ന് പറഞ്ഞാൽ സാധാരണ അദ്ദേഹം എല്ലാത്തിനും ലെഗസിയാണല്ലോ പറയുന്നത്. അതായത് ഒരു മിനിറ്റ്, സാധാരണ എല്ലാത്തിനും അദ്ദേഹം പറഞ്ഞ എല്ലാ അദ്ദേഹത്തിൻ്റെ ലെഗസിയാണെന്നാണ്. അപ്പോൾ പഴയ കൗൺസിലുകളിൽ ഒരു ലെഗസി കിട്ടിയത് അടുത്ത കൗൺസിലിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത അങ്ങ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് 100 കോടി രൂപയുടെ ഫൈനോ അല്ലെങ്കിൽ ആ ലെഗസി മാലിന്യവും ഞങ്ങൾ കൈവിട്ടിട്ട് മറ്റു പല ലെഗസിയുമാണ് ഞങ്ങൾ അടുത്ത കൗൺസിൽ കൈമാറുന്നത്. ആ ഞാൻ പറയാം, അങ്ങനെ ചോദ്യം കഴിഞ്ഞാൽ അങ്ങനെ സാധാരണ ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ പറയാം, തെറ്റിപ്പോയി പറഞ്ഞത്. ഞാൻ പറയാം, ശ്രദ്ധിച്ചു. സോണ്ടയ്ക്ക് ഇത് ഏൽപ്പിച്ചപ്പോൾ കേരള ഗവൺമെന്റ് ആയിരുന്നു ടെൻഡർ ചെയ്തത്. അതായിരുന്നു അവരുടെ ആക്ഷേപം. ടെൻഡർ ചെയ്തത് ഇത് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നതാണ്. ബ്രഹ്മപുരം കേസ് കത്തുമ്പോൾ സ്വാഭാവികമാണ്, നിങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അപ്പുറത്ത് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തതാണ്. ബ്രഹ്മപുരത്ത് സോണ്ടയ്ക്ക് കൊടുത്തത് ഗവൺമെന്റ് ടെൻഡർ ചെയ്ത കോൺട്രാക്റ്റ് ആയിരുന്നു. അതാണ് അവരുടെ ആരോപണം. ഇപ്പോഴത്തെ കമ്പനിക്ക് ടെൻഡർ ചെയ്ത് കൊടുത്തത് ഞങ്ങളാണ്, കൊച്ചി കോർപ്പറേഷനാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആൻഡ് LSCD. ടെൻഡർ നടത്തിയത്, അംഗീകരിച്ചത് എല്ലാ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലാണ്. ഒന്ന്, ഞാൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയൂ, സോണ്ടയുടെ കരാർ ഒരു ഘട്ടത്തിലും ഈ കൗൺസിൽ വന്നതിന് ശേഷം അംഗീകരിച്ചിരുന്നില്ല. സോണ്ടയുടെ കരാറിൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള കരാർ ഒപ്പിടാത്ത ഒരേ ഒരു ലോക്കൽ ബോഡി, നിങ്ങൾ ഈ DCC ഓഫീസിൽ ഈ പത്രസമ്മേളനം നടത്തുന്നില്ലേ, അവരോട് ചോദിക്കേണ്ടതാണ്. അതായത് സോണ്ട കമ്പനിയുമായി വേസ്റ്റ് എനർജി പ്ലാന്റിൽ കരാർ ഒപ്പിടാത്ത ഒരേ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം LDF ഭരിച്ച കൊച്ചി കോർപ്പറേഷനാണ്. ബാക്കിയുള്ള എല്ലാ ലോക്കൽ ബോഡിയും ഒപ്പിട്ടു, ഞങ്ങൾ ഒപ്പിട്ടില്ല. കാരണം ഞങ്ങൾക്കൊരു സ്കെപ്റ്റിസം, ഈ പറഞ്ഞതുപോലെ ഇവർ ആദ്യം ഈ ബയോമൈനിങ് തീർക്കണമല്ലോ, ആ ബയോമൈനിങ് തന്നെ നീണ്ടു പോകുമായിരുന്നു. അപ്പോൾ അത് പരാജയപ്പെട്ടു എന്ന് ഉറപ്പാക്കിയപ്പോൾ ഞങ്ങളത് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി. 3 പേരാണ് മഹാരാഷ്ട്രയിൽ പോയി ഇത് കണ്ടത്. ആരൊക്കെയാണ്? ഒന്ന് CPMന്റെ LDFന്റെ ഭാഗത്ത് നിന്ന് R രതീഷ് കൗൺസിലർ, ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. 2 ഹെൻറി ഓസ്റ്റിൻ UDFന്റെ കൗൺസിലർ. 3 നമ്മുടെ രഘുറാം ജെ പൈ BJPയുടെ. 3 പേരെയാണ് അയച്ചത് ഇത് കാണാൻ. അവർ വന്ന് കണ്ടിട്ട് അവർ ബ്രഹ്മപുരത്ത് ഇത് ഏറ്റെടുത്തിരിക്കുന്ന പുതിയ ഭൂമി ഗ്രീൻ വളരെ ഭംഗിയായിട്ടാണ് മഹാരാഷ്ട്ര ചെയ്യുന്നത് എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഏൽപ്പിച്ചത്. അവർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾ ഒപ്പിട്ടിരുന്നില്ല എന്നുള്ളത് വേസ്റ്റ് എനർജി പ്ലാനിങ്. പിന്നെ സോണ്ട നമുക്ക് ചർച്ച ചെയ്യാം, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം സോണ്ട ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ വിസ്മരിക്കപ്പെട്ടു പോകുന്നൊരു കമ്പനിയുണ്ട്. സോണ്ടയ്ക്ക് ഇത് അറിയാൻ പാടില്ലെന്ന് പറയുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന കമ്പനിക്ക് എന്തായിരുന്നു ക്രെഡൻഷ്യൽ? നിങ്ങളൊന്ന് അതിൻ്റെ ബയോഡാറ്റയൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അവരുടെയൊക്കെ ഏത് കോളേജിലാണ് അവർ പഠിച്ചതെന്ന് നോക്ക്. അവർ എറണാകുളംകാരാണോ എന്ന് നോക്ക്. അവരെവിടെയാണ് വേസ്റ്റ് എനർജി പ്ലാന്റ് സ്ഥാപിച്ചതെന്നുള്ളതിൻ്റെ എന്ത് തെളിവുള്ളത്? അപ്പം നമ്മളിതൊക്കെ ബ്രഹ്മപുരത്തിൻ്റെ സമയത്ത് ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. എന്തായാലും ഇപ്പോൾ വളരെ മനോഹരമായി BPCLന്റെ പ്ലാന്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 പ്ലാന്റുകൾ ഞങ്ങൾ അവിടെ വിജയകരമായി 2 കൊല്ലം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. നമ്മുടെ BSF പ്ലാന്റ് പ്രകൃതിക്ക് നല്ലതാണ്. കാരണം ജൈവികമായ മാതൃകയിലൂടെ ചെയ്യുന്നതാണ് പട്ടാളപ്പുഴു. ആ പട്ടാളപ്പുഴുവിനെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നിരന്തരമായി എതിർക്കുകയായിരുന്നു. പത്രങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ രാജഗിരിയിൽ തന്നെ സ്ഥിരം അച്ഛന്മാർ വിളിക്കുമായിരുന്നു. കാരണം ഈ ലാർവ വിരിഞ്ഞ് പുഴു വിരിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈച്ചയായിട്ട് ഈച്ചകളെല്ലാം കൂടി ഒരു പട്ടാളമായി, അതാണ് ബ്ലാക്ക് സോൾജിയർ. അതായത് പട്ടാളം എല്ലാം കൂടി അങ്ങോട്ട് ചെന്നിട്ട് സൂര്യയിലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അപ്പുറത്ത് ചെന്ന് രാജഗിരി ഹോസ്റ്റൽ മുഴുവൻ ആക്രമിച്ച് കീഴടക്കുമെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ച ആൾക്കാരാണ്. പക്ഷെ ആ BSF വിജയകരമായി ഞങ്ങൾ 2 കൊല്ലം പ്രവർത്തിപ്പിച്ചു. ദുബായിലേക്ക് അതിന്റെ കണ്ടെയ്നർ കൊണ്ടുപോകുന്നു നിങ്ങൾ കണ്ടതാണ്. ഇതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാം. ഇതിപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിന്റെ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ആലോചിച്ചത്. ഇനി മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് ഞങ്ങളിപ്പോൾ ആലോചിക്കാറേയില്ല. അത് ഈ മുന്നണിയുടെ രീതിയല്ല. അത് ആ സമയത്താണ് ചർച്ച ചെയ്യുന്നത്, ആ സമയത്താണ് ആലോചനകൾ നടക്കുന്നത്.
അല്ല, സൈബർ ബുള്ളിങ് അല്ല, ഈ കമന്റുകൾ ഉണ്ടല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്ന ഞങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസം പകരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ പ്രവർത്തനങ്ങളെയും തമസ്കരിക്കുന്ന, ഒന്നിനോടും സഹകരിക്കാത്ത, മോശം ഭാഷ പ്രയോഗിക്കുന്നു. ഇത്രയും കാലത്തിനിടയിൽ UDF നേതൃത്വത്തിൽ നിന്ന് പലപ്പോഴും ഇല്ലാത്ത മോശം ഭാഷ അതിൻ്റെ പ്രചരണത്തിൽ, വർത്തമാനത്തിൽ, പത്രസമ്മേളനങ്ങളിൽ, പുറത്ത് കോർപ്പറേഷൻ ഓഫീസിൽ നടത്തുന്ന പ്രസംഗങ്ങളിൽ, പോസ്റ്ററുകളിൽ ഒക്കെ സ്വീകരിക്കുന്ന ഒരു ശൈലിയുണ്ട്. അതായത് നമ്മുടെ നഗരത്തിൻ്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലിയെക്കുറിച്ചാണ്, ആ ശൈലിയുടെ പ്രേരണ ഉൾക്കൊണ്ടിട്ടാണ് പലപ്പോഴും ഈ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ മതി. ഞാനതിനെ വലിയ കാര്യമായിട്ട് എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ആരെങ്കിലും ഒരാളുടെ പേജിൽ എന്തെങ്കിലും ഒരു സാധനം വരുമ്പോഴാണ് നിങ്ങൾ മറ്റേ വാക്ക് ഉപയോഗിക്കണം. എന്താണ്, എനിക്ക് ആ വാക്ക് തന്നെ കിട്ടണല്ലോ. എന്താ ഒരു വാചകം പറഞ്ഞാലും സൈബർ ബുള്ളിങ് അല്ല, വേറൊരു ഭാഷയുണ്ട്. എന്താ വേറെ ഒരു അല്ലല്ല, ലിഞ്ചിങ് അല്ല, ഒരു ഞാൻ കിട്ടുള്ള എന്തുകൊട്ടെ. അപ്പോ ആ മോശം പരാമർശങ്ങൾ പല ഘട്ടങ്ങളിലായി വരുന്നുണ്ട്. അപ്പൊ അത് നോക്കട്ടെ, നമുക്ക് അതല്ലല്ലോ ഏറ്റവും വലിയ കാര്യം. അത് നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണ്. ഞാൻ ഇന്നലെ കണ്ട്, എനിക്ക് അതിൽ നമ്മുടെ മാധ്യമപ്രവർത്തകരോടൊക്കെ വലിയ സൗഹൃദം ഉണ്ടെങ്കിലും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് അവരോട് ചോദിക്കുന്നില്ലെന്നാണ് എൻ്റെ വിഷമം. ഞാൻ ചോദിക്കട്ടെ, സമൃദ്ധി അവരുടെയാണ്. ഞാൻ ഇന്നലെ രസകരമായൊരു വാചകം കേട്ട് കേട്ടോ. ഷീ ലോഡ്ജ് നിങ്ങൾ ലൈവായിട്ട് കൊടുത്തിരുന്നതുകൊണ്ട് ഞാൻ കേട്ട്. ഷീ ലോഡ്ജ് എൻ്റെ ഭരണകാലത്ത് എന്താണ് സ്പീഡ് ലോഞ്ചാണ്, എന്താണ് വളരെ വേഗതയിൽ നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചാണെന്ന് അദ്ദേഹം അന്ന്, എനിക്ക് ഓർമ്മയുണ്ട്, കൗൺസിൽ അവതരിപ്പിച്ചതാ. ഏത് ഷീ ലോഡ്ജായിട്ടല്ല അവതരിപ്പിച്ചത്, അവിടെ ഒരു ഹോട്ടൽ സ്ഥാപിക്കാനായിരുന്നു ആലോചിച്ചത്. അത് കഴിഞ്ഞ് 5 കൊല്ലം സൗമിനി ജെയിൻ മേയറായിരുന്നു. 1 കൊല്ലം ടോണി ചമ്മണിക്ക് സമയമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ സ്പീഡ് ലോഞ്ച് ആണെങ്കിൽ 6 മാസത്തിനകം അവിടെ ഹോട്ടൽ തുടങ്ങേണ്ടതാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ഈ പറയുന്ന ഷീ ലോഡ്ജ് ആരംഭിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ BSF പ്ലാന്റ് അവരുടെ ഭാവനയിൽ ഉണ്ടായിരുന്നതാണ്, CBG പ്ലാന്റ് അവരുടെ ഭാവനയിൽ ഉണ്ടായിരുന്നതാണ്, RRF അവരുടെ ഭാവനയിൽ ഉണ്ടായിരുന്നതാണ്, ഹാപ്പിനെസ് കൊച്ചി അവരുടെ ഭാവനയിൽ ഉണ്ടായിരുന്നതാണ്, നമ്മുടെ ഓപ്പൺ സ്പേസുകളുടെ റിജുവനേഷൻ അവരുടെ ഭാവനയിൽ ഉണ്ടായിരുന്നതാണ്, ആർട്ട് സ്പേസ് കൊച്ചി അവരുടെ ഭാവനയിൽ ഉണ്ടായിരുന്നതാണ്, ഡാൻസ് ഫെസ്റ്റിവൽ അവരുടെ ഭാവനയിൽ ഉണ്ടായിരുന്നതാണ്. ഞാനിങ്ങനെ പറയാൻ പോയ സ്കൂൾ ലാബുകൾ അവരുടെ ഭാവനയിൽ ഉണ്ടായിരുന്നതാണ്, മേയേഴ്സ് കപ്പ് അവരുടെ ഭാവനയിൽ ഉണ്ടായിരുന്നതാണ്, സന്തോഷ് ട്രോഫി താരങ്ങളെ മുഴുവനും നമ്മൾ ആദരിച്ചത് അവരുടെ ഭാവനയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ മാസ്റ്റർ പ്ലാൻ ശ്രീ ദിനേശ് മണി, ഇപ്പൊ ദിനേശ് മണി വന്ന് പത്രസമ്മേളനം, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയും, സാധാരണഗതിയിൽ ഞങ്ങളുടെ ഒരു മുൻ മേയർ, നിങ്ങൾ കൊച്ചുണ്ണി മാഷ് മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കൂ, ശ്രീ ബാലേന്ദ്രൻ തിരിച്ചു വന്നിട്ട് എനിക്ക് ശേഷം ഉണ്ടായിരുന്ന മേയർമാരൊന്നും ചെയ്തിട്ടില്ലെന്നൊരു പത്രസമ്മേളനം നടത്തി. എന്തായിരിക്കും അവസ്ഥ? ഇന്ന് വരെ അദ്ദേഹം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടൊരു വാചകം ഉപയോഗിക്കുന്നുണ്ട്? അപ്പോൾ അതൊക്കെ ഒരു ഡെക്കോറത്തിന്റെ പ്രശ്നമാണ്. അതവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ മാനിഫെസ്റ്റോ നടപ്പിലാക്കുന്നത്, അല്ലാതെ UDF വിഭാവന ചെയ്ത കാര്യങ്ങളല്ല. അത് ആ മാനിഫെസ്റ്റോന്റെ കയ്യിലുണ്ട്. അന്നത്തെ, അതായത് പ്രിന്റ് ചെയ്ത് പുറത്തിറക്കുന്നതിന് മുമ്പുള്ള വെർഷൻ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഭരണത്തിലേക്ക് കയറിയത്. ഈ മാനിഫെസ്റ്റോ വെച്ചിട്ടാണ് എല്ലാ 5 കൊല്ലത്തെയും ബഡ്ജറ്റ് ഞാനും ഡെപ്യൂട്ടി മേയറും കൂടി തയ്യാറാക്കിയത്. LDF മാനിഫെസ്റ്റോ ആണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിഭാവനം ചെയ്താണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിഭാവനം ചെയ്താൽ പിന്നെ അത് നടപ്പിലാക്കണം. അല്ലാതെ വല്ലവരും നടപ്പിലാക്കി കഴിയുമ്പോൾ ഞാൻ വിഭാവനം ചെയ്ത്, ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു, എന്നെ അന്ന് രാജീവ് ഗാന്ധി അദ്ദേഹം പറഞ്ഞ കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥമില്ല. നമ്മളൊരു പദ്ധതി പറഞ്ഞാൽ ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയണം. അതൊക്കെ ഓരോരുത്തരുടെ രാഷ്ട്രീയ നിലപാട് അവരുടെ വ്യക്തിപരമായി തീരുമാനിക്കണം. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അല്ല, അപ്പൊ ഇപ്പൊ ഇത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഉണ്ട്, അവരോട് ഇങ്ങോട്ട് കയറി വേണം. നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു പ്രമുഖ മാധ്യമം പറഞ്ഞത് കോർപ്പറേഷനിൽ 30,000 വോട്ടിൽ 20,000 വോട്ട് കോൺഗ്രസ് ആണ് ചേർത്തത് എന്നാണ് ഒരു ഡിസ്കഷൻ ഞങ്ങൾ കണ്ടത്. ആരാണ് ഈ വ്യാജ വോട്ട് ചേർത്തതെന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം. അതിനെ കേൾക്കുക അല്ല, അങ്ങനെ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർ പുറത്തു കൊണ്ടുവരണം. ഞങ്ങളൊരു വ്യാജ വോട്ടും ചേർക്കുന്നവരല്ല. അവരുടെ വെപ്രാളം കണ്ടിട്ട് കാണുന്നത് അവർ ഈ പണി ചെയ്തിട്ടുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ട അവസ്ഥയാണ്. ഞങ്ങളിതിനെ സംബന്ധിച്ച് നേരത്തെ പ്രതികരണം കൊടുത്തതാണ്.
മാധ്യമപ്രവർത്തകർ ഉത്തരവാദിത്തത്തോടെ ആയിരിക്കുമല്ലോ അന്വേഷിച്ചിട്ട് പറയണത്. ഇവിടെ ഞങ്ങൾ വോട്ട് ചേർക്കാതെ ഇരിക്കില്ലല്ലോ. LDF എന്ന നിലയിൽ BJP NDA വോട്ട് ചേർക്കാതിരിക്കില്ലല്ലോ. കോൺഗ്രസും UDF വോട്ട് ചേർക്കാതിരിക്കില്ലല്ലോ. 30,000 വോട്ടിൽ 20,000 വോട്ട് അവരാണ് ചേർത്തതെങ്കിൽ അത് ഗൗരവമായി അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ്, അവരെ വിളിച്ചോട്ടെ സ്ഥാനാർത്ഥികൾ. ഏതാ CP കഴിഞ്ഞ പ്രാവശ്യം 2020-25 കാലഘട്ടത്തിലും മത്സരിച്ചത്, അതുപോലെ വിജയിച്ചതും 8 സീറ്റിൽ മത്സരിച്ച് തന്നെയാണ്. നമ്മുടെ പാർട്ടിയുടെ ഓരോ സ്ഥലത്തെ സാധ്യത അനുസരിച്ചാണ് നമ്മൾ മത്സരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിലെയും തൃശ്ശൂർ കോർപ്പറേഷനിലെയും സാധ്യത എറണാകുളം കോർപ്പറേഷൻ നമുക്കില്ല. എൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മത്സരിക്കുന്നത് 3 സീറ്റിലാണ്. മറ്റു പല സ്ഥലങ്ങളിലും അവർ വളരെ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സാധ്യത അനുസരിച്ച് അത്തരത്തിലാണ് മുന്നണി ചർച്ച നടക്കാറ്. വളരെ സംതൃപ്തിയോടെ തന്നെയാണ് CPയുടെ സഹാക്കൾ കോർപ്പറേഷനിൽ. അല്ലെ ഇപ്പൊ ഇവിടെ പാർട്ടികളുടെ എണ്ണം ഞങ്ങൾ പറഞ്ഞെങ്കിലും ഞങ്ങളുടെയും ഇവരുടെ എല്ലാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. വ്യത്യസ്ത പാർട്ടികൾ ഒരു മുന്നണിയായിരിക്കുമ്പോൾ ആരോഗ്യപരമായ ചർച്ചയിലൂടെ ഇപ്പം അരുൺ സൂചിപ്പിച്ച പോലെ അതിനകത്തൊരു നീക്കുപോക്ക് നടത്തുന്നു എന്നുള്ളതല്ലാതെ ഞങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി, അതിൻ്റെ വിജയത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പാർട്ടിയും പ്രവർത്തകരും ഒരേപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി. ഇവിടെ വന്നിട്ട് ഇവിടെ പറയണം, എല്ലാവരും ഒന്നിച്ച് വന്നാൽ മതിയല്ലോ. ഇവിടെ നിങ്ങൾ കയറി പോരെ, എല്ലാവരും കയറി പോരെ. പറഞ്ഞേട്ടാ ഇങ്ങോട്ട് വന്നോ, ശിവലാലെ ഇവിടെ ക്യാമറ അവിടെ സെക്രട്ടറി ആ ക്യാമറ അപ്പുറത്താ നിൽക്കണം. അതോടെ സ്ഥാനാർത്ഥികളെല്ലാവരും ഇങ്ങോട്ട് പോവാ. സ്ഥാനാർത്ഥികളായിട്ടുള്ള മുഴുവൻ ആളുകളും ഇങ്ങോട്ട് ഫ്രണ്ട് അവിടെ നിന്നാ മതി. അങ്ങോട്ട് കടന്നു നിന്നോ. ശശികല അങ്ങോട്ട് കടന്നു നിന്നോ. കടന്നു വന്നു, എല്ലാവരും വന്നു. ഇങ്ങോട്ട് അപ്പത്തേക്ക് വന്നോളൂ. ഈ മുമ്പിലത്തെ കസേര ചിലത് മാറ്റിയാൽ കുറച്ചുപേർക്ക് ഇരിക്കാം, കുറച്ചുപേർക്ക് ബാക്ക് ചെയ്യാം. എന്നാലും അങ്ങോട്ട് വാങ്ങിക്കോ, കയറുവാ. നിഷാദേ കേട്ടാ, കയറുവാ, കയറുവാ. രണ്ടുപേരും ഒന്നും കൂടി ഫ്രണ്ടിലേക്ക് നിൽക്കുക. അപ്പൊ ഇത്തിരി ഹൈറ്റ് പറഞ്ഞ ബീനൊക്കെ ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക്. കൊച്ചോടെ കയറി ശ്രീധൻ അവരുടെ കയറി ഇവിടെ ഭയങ്കര കയറുക. പുതിയ പേര് ഹോസ്പിറ്റലിൽ എൻ്റെ വീട്ടിൽ സ്ഥലത്തേക്ക് ദീപ മനോഹരൻ. യെസ്, Sir?
പ്രാവശ്യം ഇങ്ങോട്ട് നിൽക്കും മുമ്പിലേക്ക് അല്ലെങ്കിൽ പ്രാവശ്യം ബാക്കിലും പെടും അവരാരെങ്കിലും ഹൈറ്റ് ഉള്ള ഒരാളൊക്കെ ബാക്കിലേക്ക് നിർത്തുന്നത് സതീശ ഭർത്താവ് സ്ഥാനാർത്ഥി